Welcome to Learnino. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആംപ്ലിഫയേഴ്സ് എന്നുള്ള കുറച്ച് MCQ questions ആണ്. So നമുക്ക് നോക്കാം. Question number 1. Two amplifiers are connected one after the other in series. അതായത് cascaded ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. The first amplifier has a voltage gain of 12 and the second has a voltage gain of 15. Find the output AC signal if the input signal is 0.05 volts. അപ്പൊ இந்த ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് ആംപ്ലിഫയേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതായത് കാസ്കേഡഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ആംപ്ലിഫയേഴ്സിന്റെയും വോൾട്ടേജ് ഗെയിനും നമുക്ക് തന്നിട്ടുണ്ട് 12ഉം 15ഉം. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് AC സിഗ്നൽ എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഇൻപുട്ട് സിഗ്നൽ എത്ര വോൾട്ട് ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആംപ്ലിഫയേഴ്സ് കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ ഇൻഡിവിജ്വൽ ഗെയിനിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയണം. അതായത് A1 A2 എന്നുണ്ടെങ്കിൽ A1 into A2 ആയിരിക്കും ഓവറോൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ഇനി വോൾട്ടേജ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്താ അറിയണം? ഓവറോൾ ഗെയിൻ അറിയണം. ഇൻഡിവിജ്വൽ ഗെയിൻ അല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 15ഉം 12ഉം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15 into 12 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓവറോൾ ഗെയിൻ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഇൻ. വി ഇൻ നമുക്ക് 0.05 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് വി ഔട്ട് കണ്ടുപിടിക്കാം. വി ഔട്ട് ഇസ് ഈക്വൽ ടു നമുക്ക് ഇപ്പൊ കിട്ടിയ 12 into 15, അതായത് 180 into 0.05 and it is 9 volts. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. Question number 2. A circuit that amplifies the difference between two signals. രണ്ട് സിഗ്നലുകൾ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ആ സർക്യൂട്ടിന് എന്താണ് പറയാം? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ബഫർ ആൻഡ് ലെവൽ ട്രാൻസ്ലേറ്റർ. അപ്പൊ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം രണ്ട് സിഗ്നൽസിന്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ആ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. So differential amplifier is a device that is used to amplify the difference in voltage of two input signals, and it is an important building block in integrated circuit of analog systems. It typically forms input stages of op-amp. Okay, so നമുക്ക് ഏതാണ്? differential amplifier ആണ് that amplifies the difference between two signals. Okay, that is option A is the correct answer. Question number 3. The bandwidth of a single stage amplifier is dash that of a multi-stage amplifier. ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറും അതേപോലെ ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറും അതിന്റെ ബാൻഡ്വിഡ്ത്തുകൾ എങ്ങനെയായിരിക്കും എന്നുള്ള അതിന്റെ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് എ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ is more than that of multi-stage amplifier. Multi-stage amplifierന്റെ ബാൻഡ്വിഡ്ത്തിനേക്കാൾ കൂടുതലായിരിക്കും സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ബാൻഡ്വിഡ്ത്ത്. അപ്പൊ നമുക്ക് ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ ഒന്ന് നോക്കിയാലോ. ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് output of the first stage is coupled to the input of the next stage using a coupling device. Multi stage amplifier എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടാവും. അത് തന്നെയാണ് മൾട്ടി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് കപ്പിൾ ചെയ്തിട്ടായിരിക്കും ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഉണ്ടാവുക. ആൻഡ് ദീസ് കപ്ലിംഗ് ഡിവൈസസ് യൂഷ്വലി ബി എ കപ്പാസിറ്റർ ഓർ എ ട്രാൻസ്ഫോമർ, ആൻഡ് ദിസ് പ്രോസസ് ഓഫ് ജോയിനിങ് ടു ആംപ്ലിഫയർ സ്റ്റേജസ് ഈസ് യൂസിങ് എ കപ്ലിംഗ് ഡിവൈസിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ സ്റ്റേജുകൾ, ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, ഓരോ സ്റ്റേജിലുള്ള ആംപ്ലിഫയേഴ്സിനെ നമ്മൾ അതിനെ കപ്ലിംഗ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ്, അതിൽ നമ്മൾ കപ്പാസിറ്ററോ ട്രാൻസ്ഫോമർ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗെയിൻസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞതാണ്. ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗെയിനിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ഗെയിൻ ഒബ്വിയസ്ലി എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ? As a product of gain and bandwidth is constant, the bandwidth decreases. അപ്പോ നമുക്ക് ഈ ഗെയിനും അതേപോലെ തന്നെ ബാൻഡ്വിഡ്ത്തിന്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ആ ഒരു പോയിന്റ് കൂടെ നമ്മൾ നോട്ട് ചെയ്യണം. അതായത് ഗെയിനിന്റെയും ബാൻഡ്വിഡ്ത്തിന്റെയും പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഗെയിൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു? മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കണം? ബാൻഡ്വിഡ്ത്ത് കുറവായിരിക്കണം. അതുകൊണ്ടാണ് ബാൻഡ്വിഡ്ത്ത് ഓഫ് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് അതിന്റെ റീസൺ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. സോ കറക്റ്റ് ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ.
Question number 4, in an amplifier, the signal handling capacity will be high when the operating point is selected. ഒരു ആംപ്ലിഫയറിൽ സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഹൈ ആവുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെ ആയിരിക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് നോക്കാം. At the extremities of the active region, option B close to the cutoff region, option C close to saturation, and option D in the middle of the active region. അപ്പൊ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഓർമ്മ വേണം. നമ്മൾ BJT ഒക്കെ പഠിച്ച സമയത്ത് അവിടെ നമ്മൾ ലോഡ് ലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ലോഡ് ലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ക്വിസൻ പോയിന്റ്, ക്യൂ പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്യൂ പോയിന്റ് നമ്മൾ അതായത് കറക്റ്റ് അതിന് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അത് നമ്മൾ എവിടെ സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഹൈ ആയിരിക്കുന്നത്. ഇൻ ദ മിഡിൽ ഓഫ് ദ ആക്റ്റീവ് റീജിയൻ, ആക്റ്റീവ് റീജിയന്റെ മിഡിലായിട്ടാണ് നമ്മൾ എപ്പോഴും ക്യൂ പോയിന്റ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നത്. നമ്മളെ കോഴ്സിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ആ ലോഡ് ലൈൻ ഒക്കെ വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യൂ പോയിന്റ് എന്താണെന്നുള്ളതൊക്കെ. എനിവേ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ലോഡ് ലൈൻ, ക്യൂ പോയിന്റ് എന്താണെന്നുള്ളത് കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, in an amplifier the signal handling capacity will be high when the operating point is selected in the middle of the active region. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ട്രാൻസിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ആംപ്ലിഫയർ ആയിട്ടും അതേപോലെ സ്വിച്ച് ആയിട്ടുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ആപ്ലിക്കേഷൻ വരുന്നത്. കൂടുതൽ നമ്മൾ ആംപ്ലിഫയർ ആപ്ലിക്കേഷൻ നമ്മൾ പറയും. അതേപോലെ തന്നെ ഇപ്പൊ ഡിജിറ്റലിലൊക്കെ നമ്മൾ സ്വിച്ച് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാറുണ്ട്. ഇനി the working regions corresponding to this application of the transistor is plotted on a graph between collector current and collector to emitter voltage. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ക്യാര വെച്ചിട്ട് നമ്മൾ പറയാം അല്ലെ. അപ്പൊ VCയും ICയും തമ്മിലുള്ള ക്യാര വെച്ചിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻസിനൊക്കെ ഇപ്പൊ ആംപ്ലിഫയർ ആയിട്ടാണെങ്കിലും സ്വിച്ച് ആയിട്ടാണെങ്കിലും അതിന്റെ വർക്കിംഗ് റീജിയൻ എങ്ങനെയാ വരുന്നതെന്ന് പറയുന്നത്. Now the graph is obtained when a line is drawn joining the saturation and cutoff point. നമ്മൾ ആ VI ക്യാര വരയ്ക്കുന്ന സമയത്ത് അതിലെ സാച്ചുറേഷൻ പോയിന്റും കട്ട് ഓഫ് പോയിന്റിനും ചേർത്ത് വരയ്ക്കുന്ന ഒരു ലൈൻ ഉണ്ട്. നമ്മൾ അതിനെയാണ് നമ്മൾ ലോഡ് ലൈൻ എന്ന് പറയുന്നത്. Now the point where the load line intersect with the output characteristics, ആ വരയ്ക്കുന്ന ലോഡ് ലൈനും ഈ ഔട്ട്പുട്ട് ക്യാരിയറും തമ്മിൽ ഈ ചേരുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ക്വിസൻ പോയിന്റ് എന്ന് പറയുന്നത്. Now when the transistor operates as an amplifier, its signal handling capacity is maximum because amplification increases the strength and bandwidth of the input signal. Okay, മാക്സിമം ആവുന്നത് എപ്പോഴാണ്, മാക്സിമം ആംപ്ലിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത് എപ്പോഴായിരിക്കും, ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയന്റെ മിഡിലിൽ വരുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം ആംപ്ലിഫിക്കേഷൻ കിട്ടുന്നത്. Okay, that is amplification of the signal is achieved in the active region and which is present in the middle of the load line graph. Load line graph in the middle നമ്മൾ active operating point വരുമ്പോഴായിരിക്കും നമുക്ക് maximum amplification വരുന്നത്. Okay, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ആംപ്ലിഫയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. കാരണം ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, സ്ട്രെങ്തൻ ചെയ്യാണ് അല്ലെ, സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പൊ ആക്റ്റീവ് റീജിയന്റെ മിഡിലായിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് വരേണ്ടത്. അപ്പോഴാണ് അതിന്റെ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ആംപ്ലിഫയറിന്റെ സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഹൈ ആയിട്ട് വരുന്നത്. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു ചോദിച്ചാലും നമുക്ക് കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. Question number 5, the negative feedback in an amplifier. ഇത് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആംപ്ലിഫയറിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഓപ്ഷൻ എ reduce gain, option B increases frequency and phase distortion, option C reduces bandwidth, and option D increases noise. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗെയിൻ റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. Okay, so negative feedback will reduce the gain of the amplifier, which will increase the bandwidth to maintain the constant. നമ്മൾ നേരത്തെ പറഞ്ഞു gain bandwidth പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. gain bandwidth പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഗെയിൻ റെഡ്യൂസ് ചെയ്യും, അപ്പൊ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. Okay, അതാണ് അവിടെ സംഭവിക്കുന്നത്. So negative feedback will reduce the gain of the amplifier, which will increase the bandwidth to maintain the constant gain bandwidth product. So the correct answer is option A. Question number 6, the general representation of frequency response curve is called. നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഓഫ് ആൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം അതിൽ ലോവർ കട്ട് ഓഫ്, അതായത് ആംപ്ലിഫയറിന്റെ ഗെയിനും ഈ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ആംപ്ലിഫയറിന്റെ ഗെയിനും അതേപോലെ തന്നെ ഫ്രീക്വൻസിയും തമ്മിൽ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിന് നമ്മൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഡിഫറൻസിനെയാണ്, അതായത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ആ ഒരു അപ്പർ കട്ട് ഓഫ്
ഫ്രീക്വൻസി തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ ഈ റെസ്പോൺസ് കർവിന്റെ അതിന്റെ ജനറൽ റെപ്രസെന്റേഷന്റെ പേര് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബോർഡ് പ്ലോട്ട്, മില്ലർ പ്ലോട്ട്, തെവനിൻ പ്ലോട്ട്, ബാൻഡ് വിഡ്ത്ത് പ്ലോട്ട്. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന ബോർഡ് പ്ലോട്ട് എന്നാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലെ, ലാബിലൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ടാവും. ഒരു സെമി ലോഗ് ഗ്രാഫിലാണ് നമ്മൾ അത് സാധാരണ പ്ലോട്ട് ചെയ്യുന്നത്. കാരണം അതിനകത്ത് നമുക്ക് ലോഗരിതമിക് വാല്യൂസ് ഒക്കെ വരുന്നത് കൊണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. Option A is the correct answer. Question number 7. In a multi-stage RC coupled amplifier, the coupling capacitor. Option A limits the low frequency response. Option B limits the high frequency response. Option C does not affect the frequency response. Option D blocks the DC component without affecting the frequency response. അപ്പോൾ ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ കപ്ലിംഗ് ചെയ്യാനായിട്ട്, അതായത് ഓരോ സ്റ്റേജുകളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യും. അപ്പൊ അതെന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ലിമിറ്റ്സ് ദ ലോ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ in a multi-stage RC coupled amplifier, the coupling capacitor limits the low frequency response is the correct answer. That is option A is the correct answer. Question number 8. A transconductance amplifier has option A high input impedance and low output impedance, option B low input impedance and high output impedance, option C high input and output impedance, option D low input and output impedance. അപ്പോൾ ഈ ട്രാൻസ്കണ്ടക്ടൻസ് ആംപ്ലിഫയർ എന്താണെന്ന് അറിയണ്ടേ. ട്രാൻസ്കണ്ടക്ടൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ കൺവേർട്സ് ആൻ ഇൻപുട്ട് ഓഫ് വോൾട്ടേജ് ടു ഔട്ട്പുട്ട് കറന്റ്. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് ഈ ട്രാൻസ് എന്നുള്ള ഒരു പേര് വന്നത്, ട്രാൻസ് കണ്ടക്ടൻസ് ആംപ്ലിഫയർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പൊ അത് ശരിക്കും ഒരു വോൾട്ടേജ് ടു കറന്റ് കൺവേർട്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ട്രാൻസ് കണ്ടക്ടൻസ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസും ഹൈ ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. ദാറ്റ് ഈസ് ഹൈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 9. Voltage amplifier uses dash feedback topology. അപ്പൊ നമുക്ക് കറന്റ് സീരീസ്, വോൾട്ടേജ് ഷണ്ട്, വോൾട്ടേജ് സീരീസ്, കറന്റ് ഷണ്ട്, ഇങ്ങനെ 4 ഫീഡ്ബാക്ക് ടോപ്പോളജീസ് ആണുള്ളത്. അപ്പൊ അതില് വോൾട്ടേജ് ആംപ്ലിഫയർ ഏത് ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇറ്റ് ഈസ് വോൾട്ടേജ് സീരീസ് ടോപ്പോളജി. ഓക്കെ, വോൾട്ടേജ് സീരീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കോഴ്സിലെ ഓരോ ഫീഡ്ബാക്ക് ടോപ്പോളജീസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഓരോന്ന് ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വോൾട്ടേജ് ആംപ്ലിഫയർ യൂസസ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ടോപ്പോളജി. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ എന്തായാലും നമുക്ക് അത് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് ഇപ്പൊ വോൾട്ടേജ് സീരീസ്, വോൾട്ടേജ് ഷണ്ട്, കറന്റ് സീരീസ്, കറന്റ് ഷണ്ട്, അതിന്റെ ഒരു കമ്പാരിസൺ നമുക്ക് എന്തായാലും ഇവിടെ നോക്കാം. അതിൽ വോൾട്ടേജ് ഗെയിൻ, ബാൻഡ് വിഡ്ത്ത്, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഹാർമോണിക് ഡിസ്റ്റോർഷൻ, നോയ്സ്, അത് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. സോ അഡീഷണൽ ഇൻഫർമേഷൻ വേണം എന്നുള്ളവർക്ക്, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വോൾട്ടേജ് സീരീസിൽ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് ഷണ്ടിൽ ഡിക്രീസ് ചെയ്യോ ഇൻക്രീസ് ചെയ്യോ എന്നുള്ളത്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് എല്ലാം ഡിക്രീസ് ചെയ്യും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഗെയിൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. അപ്പൊ അത് ആ 2 റോ പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇൻപുട്ട് ഇംപെഡൻസ് റെസിസ്റ്റൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ വോൾട്ടേജ് സീരീസിലും കറന്റ് സീരീസിലും ഇൻക്രീസ് ചെയ്യും, വോൾട്ടേജ് ഷണ്ടിലും കറന്റ് ഷണ്ടിലും ഡിക്രീസ് ചെയ്യും. ഇനി ഔട്ട്പുട്ട് ആണെങ്കിൽ വോൾട്ടേജ് സീരീസിലും വോൾട്ടേജ് ഷണ്ടിലും ഡിക്രീസ് ചെയ്യും, കറന്റ് സീരീസിലും കറന്റ് ഷണ്ടിലും ഇൻക്രീസ് ചെയ്യും. Then harmonic distortion decrease ആണ്, നോയ്സും ഡിക്രീസ് ചെയ്യും. ഇൻ കേസ് ഓഫ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എല്ലാത്തിലും വോൾട്ടേജ് സീരീസ്, വോൾട്ടേജ് ഷണ്ട്, കറന്റ് സീരീസ്, കറന്റ് ഷണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിളും കൂടെ ഒന്ന് അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കും. And the last question, 1 dB corresponds to dash change in power level. അതായത് 1 dB എന്ന് പറയുന്നത് പവർ ലെവലില് എത്ര ചേഞ്ച് ആണ് വരുത്തുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു dB എന്നുള്ള ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പൊ dB എന്ന് പറഞ്ഞാൽ നമ്മൾ 10 log P out by P എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 1 is equal to 10 log to the base 10 P out by P എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ 1 by 10 എന്ന് പറയുമ്പോൾ എന്താ വരിക? log 10 log P out by P1 to the base 10 ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ആന്റി ലോഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ആന്റി ലോഗ് ഓഫ് 0.1 എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് വരിക? P out by P1 എന്ന് പറയുന്നത് അല്ലെ. അതിനാണ് നമ്മൾ ചേഞ്ച് ഇൻ പവർ ലെവൽ എന്ന് പറയുന്നത്, P out by P. അപ്പൊ ഇറ്റ് ഈസ് ആന്റി ലോഗ് വാല്യൂ 1.259 ആണ് വരുന്നത്. ഓക്കെ,
അതായത് നമുക്ക് ഏകദേശം ഇപ്പൊ ആ ഒരു കറസ്പോണ്ട്സ് ടു എത്ര പെർസെന്റേജ് ആണെന്നല്ലേ ചോദിക്കുന്നത്. അപ്പോ ആ വാല്യൂവിനെ നമ്മൾ പെർസെന്റേജിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് 25.9 അതായത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 25.9 എന്ന് വരും. ദാറ്റ് ഈസ് 26%. ഫ്രം ദ ഓപ്ഷൻ അതെന്ന് പറയുന്നത് 26% ആയിരിക്കും. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാവുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, അതായത് 1 dB കറസ്പോണ്ട്സ് ടു 26% ചേഞ്ച് ഇൻ ദ പവർ ലെവൽ. സോ നമ്മൾ ആംപ്ലിഫയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.